അൽ മെഹബൂബ റൗണ്ടിലെ പെർഫോമൻസുമായി എത്തുന്നത് സുഹൈൽ. ഈ ഒരു റൗണ്ടിൽ പല കണ്ടസ്റ്റൻസും കരഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. സുഹൈലിന് വന്നപ്പോഴേ വിഷമാണല്ലോ, എന്തു പറ്റി? അത് ചേച്ചി, എൻ്റെ വീട്ടിൽ പെങ്ങളെ കല്യാണമാണ്. അതിന് വിഷമിക്കണോ? അപ്പോ അതിൻ്റെ ഒരു തിരക്ക് കാരണം ഉമ്മയ്ക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല. ഇവിടെ ഉമ്മയ്ക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല. സാരമില്ല, ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത് TV-യിൽ കൂടെ കാണിക്കുമല്ലോ. അപ്പൊ ഇത് സ്പെഷ്യലി ഉമ്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ഉമ്മയുടെ പേരെന്താ? ഉമ്മയുടെ പേര് സുഹറ. സുഹറ. അപ്പോ ഉമ്മ എപ്പോഴും സുഹൈലിനെ പറ്റിയിട്ട് പറയുന്ന കാര്യം എന്താ? ഉമ്മ പാട്ട് ഇപ്പോൾ നേരത്തെ വരെ വിളിച്ചിരുന്നു. ആഹാ. പാട്ട് ഞാൻ സുഖമില്ലാണ്ടിരിക്കല്ലേ, അപ്പോൾ നന്നായി പാടണം, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു. സാരമില്ല, സുഹൈലിന് സുഖമില്ലാതിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. നന്നായിട്ട് പാടണം, പാടാം, വിഷമിക്കരുത്. ഓക്കെ. അപ്പൊ ഉമ്മ ഇത് കാണുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും ഇവിടെ സുഹൈൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കാണാം. ഖൽബിൽ നിന്നും ഉമ്മയ്ക്കായി സുഹൈൽ. അസ്സലാമു അലൈക്കും ഉമ്മ. ഉമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് 1-2 വാക്കിൽ ഒതുങ്ങുന്നതല്ല. കാരണം ഉമ്മയുടെ മഹത്വം എന്ന് പറയുന്നത് അത്രക്കും വലുതാണ്. പിന്നെ എൻ്റെ ഉമ്മയുടെ സ്നേഹത്തിൻ്റെ വില മനസ്സിലാവുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് 1-2 ദിവസം പുറത്തെവിടെയെങ്കിലും മാറി നിൽക്കുമ്പോഴാണ്. കാരണം ഉമ്മയെ നമ്മൾ അത്രയ്ക്ക് മിസ് ചെയ്യും. എൻ്റെ ഉമ്മയെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ 2 ബ്രദേഴ്സും മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഉമ്മയുടെ ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം എന്ന് വെച്ചാൽ ഒന്നും മനസ്സിൽ വെച്ചിരിക്കില്ല. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് തുറന്നു പറയുന്ന ഒരു സ്വഭാവമാണ്. അതെനിക്ക് ഉമ്മയിൽ ഇഷ്ടമല്ല. എന്നിലും ഉമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും ഞാൻ ഒന്നും അനുസരിക്കാറില്ല. അത് ഉമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല എന്നിൽ. പിന്നെ ഞാൻ ഉമ്മയോട് കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മ അറിയാതെ ഞാൻ കല്യാണത്തിനാണെന്ന് പറഞ്ഞ് ഒരു സിനിമക്ക് പോയിട്ട് രാത്രി തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഉമ്മ എന്നെ ആദ്യമായിട്ട് വല്ലാതെ ശിക്ഷിച്ചു. അപ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല, ഭയങ്കര സങ്കടം ഉണ്ടാക്കി എന്നിൽ. പിന്നെ ചിന്തിച്ചപ്പോൾ അത് എൻ്റെ നന്മക്കായിട്ടാണെന്ന് കരുതി. കാരണം ഒരു ഉമ്മയും മക്കൾ വഴിതെറ്റി പോകുന്നത് ഇഷ്ടപ്പെടില്ല. എനിക്ക് ഈ പാടിയ പാട്ടുകൾക്കൊക്കെ പ്രചോദനം തരുന്നത് എൻ്റെ ഉമ്മയാണ്. അപ്പം എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. പെറ്റുമ്മയാകൂല, പൈമ്പാൽ മുലപ്പാലായി മാറൂല. പോറ്റുമ്മ പെറ്റുമ്മയാകൂല, പൈമ്പാൽ മുലപ്പാലായി മാറൂല. ഉമ്മാന്റെ മാറിലെ ചൂടിൻ്റെ നിർവൃതി ഉലകത്തിൽ മറ്റെങ്ങും കിട്ടൂല, ഉലകത്തിൽ മറ്റെങ്ങും കിട്ടൂല. പോറ്റുമ്മ പെറ്റുമ്മയാകൂല, പൈമ്പാൽ മുലപ്പാലായി മാറൂല. ബന്ധം മുറിയൂല, പൊന്നുമ്മാന്റെ സ്നേഹം കുറയൂല. പൊടി ബന്ധം മുറിയൂല, പൊന്നുമ്മാന്റെ സ്നേഹം കുറയൂല. മണിമക്കളെ തെല്ലും വെറുക്കൂല, മനസ്സറിഞ്ഞുമ്മ ശപിക്കൂല. മണിമക്കളെ തെല്ലും വെറുക്കൂല, മനസ്സറിഞ്ഞുമ്മ
ലഭിക്കൂല. പോറ്റുമ്മ പെറ്റുമ്മയാകൂല. പൈമ്പാൽ മുലപ്പാലായി മാറൂല. കരളിൻ്റെ കണ്ണാടിയാടുമ്മ. കര കവിഞ്ഞൊഴുകിടും അവരിൽ നന്മ. കരളിൻ്റെ കണ്ണാടിയാടുമ്മ. കര കവിഞ്ഞൊഴുകിടും അവരിൽ നന്മ. കത്തിത്തിളങ്ങിടും എന്നും ഉമ്മ. കർത്തവ്യബോധത്താൽ പോറ്റുന്നുമ്മ. കത്തിത്തിളങ്ങിടുമെന്നും ഉമ്മ. കർത്തവ്യബോധത്താൽ പോറ്റുന്നുമ്മ. പോറ്റുമ്മ പെറ്റുമ്മയാകൂല. പൈമ്പാൽ മുലപ്പാലായി മാറൂല. പോറ്റുമ്മ പെറ്റുമ്മയാകൂല. പൈമ്പാൽ മുലപ്പാലായി മാറൂല. ഉമ്മാന്റെ മാറിലെ ചൂടിൻ്റെ നിർവൃതി ഉലകത്തിൽ മറ്റെങ്ങും കിട്ടൂല. ഉലകത്തിൽ മറ്റെങ്ങും കിട്ടൂല. പോറ്റുമ്മ പെറ്റുമ്മയാകൂല. പൈമ്പാൽ മുലപ്പാലായി മാറൂല. പോറ്റുമ്മ പെറ്റുമ്മയാകൂല. പൈമ്പാൽ മുലപ്പാലായി മാറൂല. സുഹൈൽ വലിയൊരു പാട്ടു കുടുംബത്തിൽ നിന്ന്, താരാട്ടു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ എപ്പോഴും താരാട്ടും പാട്ടും ഒക്കെ കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. പക്ഷെ എങ്കിൽ കൂടി സുഹൈലിന്റെ പാട്ട് കേൾക്കുമ്പോ അമ്മ എന്താ പറയാറുള്ളത്? ഉമ്മക്ക് ഇഷ്ടാണ്. ഉമ്മക്ക് ഇഷ്ടാണ്. ഉമ്മയും പാടുവോ? ഉമ്മ പാടാറില്ല. പാടാറില്ല. പിന്നെ ബ്രദേഴ്സ് പാടാറുണ്ട്. ബ്രദേഴ്സ് പാടും. പാടും. ഉമ്മയ്ക്ക് ഈ പാട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇത്തായിക്ക് പട്ടുറുമാലിന്റെ വക എല്ലാ ആശംസകളും. ഇനി നമുക്ക് സുഹൈലിന്റെ ജഡ്ജ്മെന്റിലേക്ക് പോകാം. സജ്ലത, സുഹൈലിന്റെ ബ്രദറിന്റെ കല്യാണമായിരുന്നില്ലേ? അതെ, അത് കഴിഞ്ഞു. ഇപ്പം അനിയത്തിയുടെ. അതെ. ഓക്കെ, എന്താണ് അനിയത്തിയുടെ പേര്? അമീറ. അമീറ. അനിയത്തിക്ക് എല്ലാവിധ ആശംസകളും. ഓക്കെ, അപ്പൊ ഉമ്മാക്ക് അതുകൊണ്ടാണ് അല്ലെ, അതിന്റെ തിരക്ക് കാരണമാണ് വരാണ്ടിരുന്നത്. സാരില്ല, നല്ലൊരു സമ്മാനം ഉമ്മാക്ക് കൊടുക്കാൻ സാധിച്ചു അല്ലേ? എന്ത് തോന്നുന്നു പാടിയതില്? പാടിയിട്ട് കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷെ പാടാൻ പറ്റിയിട്ടില്ല, വോയിസ് ഇല്ല. സുഹൈലിന് വയ്യ അല്ലേ? അത് വയ്യായൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് സുഹൈൽ സിംഗിങ്ങില്. ഇപ്പോൾ ഭയങ്കര സ്ട്രെയിനോട് കൂടി പാടുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് കാണുമ്പോൾ. സാരമില്ല സുഹൈൽ, ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം വയ്യായിക ഒരു പ്രശ്നം തന്നെയാണ്. വേഗം അസുഖമൊക്കെ മാറട്ടെ, നന്നായി പാടാൻ സാധിക്കട്ടെ. അതെ, സജ്ലത. നജീമിക്ക, നല്ല സോങ് സെലക്ഷൻ, അത് നല്ല പാട്ട്, നല്ല അർത്ഥവത്തായ ഒരു പാട്ടായിരുന്നു. പിന്നെ പാട്ടിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഈ വൈകായിക എന്നുള്ള മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം നമ്മൾ പിന്നെ തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് പ്രേക്ഷകർക്ക് അത് ഒരു ഐഡിയ കൊടുക്കരുത്, എനിക്ക് വയ്യ എന്നുള്ളൊരു സംഭവം. അതാണ് നമ്മൾ അത് മറച്ചു വെച്ച് അവസാനം പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു വൈകായികമായിട്ട് പോലും ഇത്രയും പാടിയല്ലോ എന്നുള്ളത്. ആദ്യമേ അത് പറയുമ്പം നമ്മളൊരു പെർഫോമർ അല്ലേ, നമ്മുടെ വൈകായിക മറച്ചു വെച്ച് നമ്മൾ പാടുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ ഇനിയെങ്കിലും കാരണം അവസാനം മനസ്സിലായി, ആദ്യമേ നമ്മൾ അത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഒരു കഥയെ കുറിച്ച് പറഞ്ഞല്ലോ, എന്ത് കള്ളമാണോ ഉമ്മശ്ശേരി കള്ളം പറഞ്ഞ സിനിമ? അല്ല, കള്ളം പറഞ്ഞതാ. കള്ളം പറഞ്ഞു, ഞാനും ഒരിക്കൽ കള്ളം പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ. അത് സിനിമ കാണാൻ പോയിട്ട് തന്നെയാണ്.
പക്ഷെ അത് ഭയങ്കരമായിട്ട് അങ്ങ് ചീറ്റിപ്പോയി. ഒന്നുമില്ല, ഞാൻ ആദ്യമായിട്ട് സിനിമ കാണണമെന്നുള്ള ആഗ്രഹം തിയേറ്ററിൽ പോയിട്ട്. അപ്പം അങ്ങനെ എന്നെ വീട്ടിൽ കൊണ്ടുപോകാറാണ് ഉള്ളത്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ, അപ്പം അതുകൊണ്ട് എനിക്ക് വീട്ടിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പം ഞാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു ക്ലോസ് ഫ്രണ്ടാണ്. അപ്പം ഉമ്മ ശരി പോയിക്കോളും മോനെ. അപ്പം അങ്ങനെ ഞാൻ ഉമ്മ വിചാരിച്ചു ബർത്ത്ഡേക്ക് പോവുകയാണ്, ഇൻവൈറ്റ് ചെയ്തിട്ട്. അപ്പം അങ്ങനെ ഞാൻ പോയി. ഞാൻ പോയത് നേരെ തിയേറ്ററിലോട്ടാണ്. അതൊരു സിനിമ, രജനീകാന്തിന്റെ സിനിമയായിരുന്നു ബാബ. എനിക്ക് ഭയങ്കര തിയേറ്ററിൽ നിന്ന് ഒരു നേരിട്ട് കണ്ട് അറിയണമെന്നുള്ള അത് ഫസ്റ്റ് ഷോ ആയിരുന്നു. അപ്പോ തിയേറ്ററിൽ അന്ന് ഭയങ്കര ക്യൂ ആയിരുന്നു, തിരക്ക് റഷായിരുന്നല്ലോ. അപ്പൊ ഇത് എൻ്റെ വാപ്പ ആ പരിസരത്തുണ്ടായിരുന്നു. നോക്കിയപ്പം മകനെ പോലെ ഒരാള് ക്യൂവിൽ നിന്ന് എയറിലൊക്കെ ഒന്ന് ടിക്കറ്റ് എടുക്കുന്നു. എന്നെ ആ രൂപത്തിൽ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം വീട്ടിൽ വിളിച്ചു, ഉമ്മയെ വിളിച്ചു. മോൻ എവിടെയാണെന്ന് ചോദിച്ചു. അല്ല, അവൻ അവിടെ കൂട്ടുകാരന്റെ വീട്ടിൽ പായസം കഴിക്കാൻ വേണ്ടിട്ട് പോയിരിക്കുവാണ്. ആ ശരിയാണ്, അവനിപ്പം കഴിച്ചുകൊണ്ടിരിക്കുവോ പായസം തിയേറ്ററിൽ. അപ്പൊ എന്നിട്ട് അപ്പൊ അതൊക്കെ അവര് തമ്മിൽ ചർച്ച ചെയ്തു. എന്നിട്ട് ഞാൻ വീട്ടിൽ വരുവാണ്. ഇതൊക്കെ സിനിമയൊക്കെ കണ്ടു, ടിക്കറ്റൊക്കെ എടുത്ത് സിനിമയൊക്കെ കണ്ടു, ഭയങ്കര ത്രില്ലില്. വീട്ടിൽ വന്നപ്പോൾ വാപ്പ ചോദിച്ചു എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഭയങ്കര എൻ്റെ ഫ്രണ്ടല്ലേ, അങ്ങനെ ഭയങ്കര അവൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു, അങ്ങനെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പ കാര്യം പറഞ്ഞു, ഞാൻ കണ്ടു നിന്നെ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു ഇല്ല, അത് കള്ളമാണ്. അപ്പോൾ ഞാൻ അവിടെ തന്നെ പോയതാണ്. അപ്പം വേറൊരാള് എൻ്റെ മൂത്തേക്ക, നീ കാണുന്ന എൻ്റെ തൊട്ട് പുറകെ ഞാനും ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ കള്ളവും ചീറ്റിപ്പോയി. അപ്പം അതവിടെ നിൽക്കട്ടെ. പാട്ട് എന്തായാലും കുഴപ്പമില്ലായിരുന്നു എന്ന് വേണം പറയാം. ഞാൻ അടുത്ത തവണ നല്ല പോലെ പാടാനായിട്ട് ശ്രമിക്കും. റൗണ്ടിലെ അവസാനത്തെ കമസ്റ്റ് അല്ലേ, മനോഹരമായിട്ട് പാടി എന്ന് പൂർണ്ണമായിട്ട് ഞാൻ പറയില്ല, മോശമല്ല കേട്ടോ. കുറെ സംഗതികൾ ഞാൻ പ്രതീക്ഷിച്ച സ്ഥാനത്തൊക്കെ വന്നു. അത് ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യായിരുന്നു. ആഗോല ആ സ്ഥലങ്ങളൊക്കെ ഇല്ലേ താഴേക്ക് പാടുന്നത്, അതൊക്കെ വന്നു. ഒരു വേറെ എന്തൊക്കെയോ ഒരു ഡിസ്കംഫർട്ട് ഇങ്ങനെ ഫീൽ ചെയ്തിരുന്നു. സംഗതികളൊക്കെ വന്നു, ഒരുവിധം വൃത്തിയായിട്ടൊക്കെ വന്നു. പിന്നെ ഒരു ചെറിയൊരു സിൽവർ എവിടെയോ ഇങ്ങനെ അടിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അതിങ്ങനെ അടിച്ചു പോയി എവിടെയോ ചെറുതായിട്ട് കേട്ടോ. അപ്പോ സുഹൈൽ, എല്ലാം മംഗളമാവട്ടെ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫിറോസിക്ക. ഇനി നമുക്ക് സുഹൈലിന്റെ മാർക്സിലേക്ക് പോകാം. സജ്ലത. സുഹൈലിനൊരു ഇനി കൂടുതൽ കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് 28 തരും. നജീംക. 27. താങ്ക് യു നജീംക. ഫിറോസിക്ക. 40, 37.5. സുഹൈലിന്റെ ടോട്ടൽ മാർക്സ് 92.5 ഔട്ട് ഓഫ് 100. അപ്പൊ സുഹൈലെ, പെട്ടെന്ന് സുഹൈലിന്റെ അസുഖമൊക്കെ ഭേദമാകട്ടെ. അടുത്ത റൗണ്ടിൽ നമുക്ക് ഇതിലും എനർജിയോടുകൂടി പാടണം, പെർഫോം ചെയ്യണം. സുഹൈലിന് ഒരു ഗിഫ്റ്റ്, സുഹൈലിന്റെ ഉമ്മയ്ക്കുള്ളതാണ് ഈ ഗിഫ്റ്റ്. ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രിൻസ് പട്ടുപാവാട, മാർക്കറ്റ് റോഡ്, എറണാകുളം.